അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ കാണാൻ പോകുന്ന താജ്മഹലാണ്. 5:30 എഴുന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് വന്ന് റെഡിയായി വന്നപ്പോൾ 7 മണി 7:30 ആ ഒരു ടൈം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് താജ്മഹൽ കാണാനായിട്ട് പോവാണ്. ആ ഒരു ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്, അതായത് ആ ഒരു ഇരുട്ടിൽ നിന്ന് നമ്മുടെ ആ ഒരു ലൈറ്റ്, അതാണല്ലോ ശരിക്കും താജ്മഹലിൻ്റെ ആ ഒരു അങ്ങനെയാണ് കാണേണ്ടതെന്നല്ലേ, അതല്ലേ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വീഡിയോസിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ നേരിട്ട് കാണുന്ന ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളതായിരുന്നേ. അടിപൊളിയായിരുന്നു. എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം അതുപോലെ സന്തോഷം ഉണ്ടായിരുന്നു അത് കാണുമ്പോൾ. ഒരു വട്ടമെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് താജ്മഹൽ. കാരണം നമ്മുടെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കണ്ടതിലൊക്കെ. പിന്നെ നമ്മൾ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. പിന്നെ നമ്മളൊരു ഉച്ചവരെയും താജ്മഹലിൽ തന്നെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, പകരം 12 മണിയായപ്പോൾ ലഞ്ച് തന്നെ കഴിച്ചിട്ട് നമ്മൾ നേരെ ആഗ്ര ഫോർട്ടിലോട്ടാണ് പോയത്. പിന്നെ ചൂട് നമുക്കൊരു വില്ലൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊക്കെ അവിടെ കണ്ടിട്ട് നമ്മൾ നേരെ റൂമിലോട്ടിങ്ങി പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് നമ്മൾ പതിയെ ഒരുങ്ങി റെഡിയായിട്ട് നമ്മളൊരു സൺസെറ്റ് കാണാൻ പോവാണേ. ഈവനിങ് ആയപ്പോഴത്തേക്കും എല്ലാവരും താജ്മഹലും ആഗ്ര ഫോർട്ടും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷീണിച്ച് ചൂടായതുകൊണ്ട് തന്നെ ഒന്ന് വല്ലാതായി. കുഞ്ഞുങ്ങളുടെ കാര്യമായാലും വലിയവരുടെ കാര്യമായാലും എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചായിരുന്നു. അങ്ങനെ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഓക്കെ ആയത്. ഇപ്പം നമ്മൾ പോകുന്നത് ഒരു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അടിപൊളി സ്ഥലമായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇതാണ് അവിടുത്തെ സ്ഥലമേ. അടിപൊളിയായിരുന്നു. സൺസെറ്റ് ആയാലും ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് യുപിയിലുള്ള ഒരു മാർക്കറ്റിലാണ്. അവിടെ ഒരു ഫേമസ് മാർക്കറ്റാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളം വിട്ടിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു വില നമ്മൾ മനസ്സിലാക്കുന്നത്. എത്ര സ്വർഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഇതൊക്കെ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സാധനങ്ങളൊക്കെ നോക്കി വാങ്ങാം. പിന്നെ നമ്മൾ ആഗ്രാപ്പേടൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ നേരെ റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി.